ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഞാനിപ്പോഴും ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഫൈനലി എന്ത് ചെയ്യാൻ പോവാണ് ഗൈസ്? നമ്മളൊരു ഗേൾസ് ട്രിപ്പ് അല്ല, ഒരു ഗേൾസ് സ്റ്റേക്കേഷൻ. എന്താ പറയുക, 24 വർഷം പറയത്തില്ല, പക്ഷെ നമ്മൾ 10th കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ പോയി താമസിക്കുന്ന അല്ലാതെ നമ്മളങ്ങനെ ഒരു ട്രിപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ, പക്ഷെ ഒന്നും നടക്കാറില്ല. നമ്മളങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് എന്തോ ഇന്നലെ പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് ഒരു 3 hours നമ്മൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്ക് ഇനിയെങ്കിലും നമുക്ക് ഒരു ഗേൾസ് ട്രിപ്പ്, ഒരു കുഞ്ഞൊരു സ്റ്റേക്കേഷൻ ആയാലും കുഴപ്പമില്ല, അതിനെങ്കിലും പോകണമെന്ന്. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് ഷടപടേന്ന് പ്ലാൻ ചെയ്ത് ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. നമ്മൾ പോകുന്നത് പൂവാറുള്ള ഒരു റിസോർട്ടിലാണ്. ആൻഡ് ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാരും ഉറങ്ങിയിട്ടില്ല. നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കുമോ എന്നുള്ളത്. സോ ഫൈനലി നമ്മളിപ്പോൾ ക്യാബ് എടുത്ത് അങ്ങോട്ട് പോവാണ്. പിന്നെ ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ. സോ നമ്മൾ 4 പേരും കൂടെയാണ് പോണത്. ആക്ച്വലി നമ്മൾ 3 പേരല്ല, നമ്മൾ 4 പേരും കൂടെയാണ് സ്റ്റേക്കേഷന് പോണത്. സോ നമ്മൾ 4 പേരും കൂടെയാണ് സ്റ്റേക്കേഷന് പോണത്. സോ വി ആർ സോ എക്സൈറ്റഡ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവൻ പറയാണ്. സോ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഒരു ജർമ്മൻ മലയാളി. സോ ഇനി ബാക്കി റിസോർട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി. ജസ്റ്റ് വന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഫുഡ്, നമ്മൾ നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും പ്രോപ്പറായിട്ട് കഴിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് ബാക്കി. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 years മുന്നേ. അപ്പോൾ ആക്ച്വലി ഭയങ്കര അടിപൊളി ഒരു റിസോർട്ടാണത്. ഓവർ ദ ഹിൽ എന്ന റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം കാണാം. ഞാൻ ആക്ച്വലി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സ് എനിക്ക് മ്യൂസിക് ഇടുക അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിൽ പുതിയതായത് കൊണ്ടും ഇതിൽ വലിയ അറിവില്ലാത്തത് കൊണ്ടും അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ലൈക്ക് ആ സമയത്ത് നമ്മൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പാട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്തോ സിനിമയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിൽ വന്നെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടി മോണിറ്റൈസേഷൻ എഫക്റ്റ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ചാനൽ അല്ലെങ്കിലും ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. സോ എന്തിനാ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ വലിയ കാര്യം സംസാരിക്കുന്നത് എനിക്ക് തോന്നുമെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് ഈ ബിരിയാണി നമ്മൾ ഇന്നലെ കഴിച്ച ബിരിയാണിയെക്കാട്ടിലും ബെറ്ററാണോ, ഈ ടൈപ്പ് ബിരിയാണിയാണോ മറ്റേ മലബാർ ടൈപ്പ് ബിരിയാണിയാണോ നല്ലത്, ഇതിൻ്റെ മസാല എങ്ങനെയുണ്ട്, ബിരിയാണിയിൽ എത്ര മുട്ടയുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അത് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഫുഡിനെ കുറിച്ചിട്ടാണ്. സോ അങ്ങനെയൊക്കെയാണ്. ഓപ്പൺ ഓപ്പൺ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ പൂൾ വില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓവർ ദ ഹില്ലാണ്. ഇവിടുത്തെ ജൂനിയർ സ്വീറ്റ് പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് നമ്മളുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു റിസോർട്ടാണത്. സോ നമുക്ക് വേഗം തന്നെ ഞാൻ റിസോർട്ട് ഒന്ന് കാണിച്ചു തരാം. സോ ഇവിടെ ഒരു പാസേജാണ്, ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ നമുക്ക് വാഷ്റൂം ഉണ്ട്. ഭയങ്കര അത്യാവശ്യം നല്ല വലിയൊരു വാഷ്റൂമാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബെഡും ഇവിടെ ഒരു ചെയറും, പിന്നെ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ബെഡും തന്നിട്ടുണ്ട്. ആക്ച്വലി യൂഷ്വലി ഒരു എക്സ്ട്രാ ബെഡിന് ചാർജ് ചെയ്യും, പക്ഷേ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ ബെഡ് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിനാണ് തന്നത്. ആൻഡ് ഓൾമോസ്റ്റ് സൈഡിലും ഇങ്ങനത്തെ ഒരു ബെഡ് പോലത്തെ തന്നെ ഒരു സാധനം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട്. ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പൂളാണ്. നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിൽ ഒരു സ്റ്റേക്കേഷൻ, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. സോ ഇതാണ് ഈ റൂമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ പ്രൈവറ്റ് പൂൾ ആണ് അപ്പുറത്തുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പൂള് കാണാം. സോ ഇവിടെ നമുക്കൊരു പ്ലഞ്ച് പൂളുണ്ട്, ഒരു പ്രൈവറ്റ് പൂളുണ്ട്, സൺബെഡും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ആസ്, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ്. ഒരു പ്രൈവറ്റ് വെക്കേഷൻ സ്റ്റേക്കേഷൻ ഫുള്ളി എൻജോയ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. ഞാനത് വന്നിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും കൂടെ വന്നത്. സോ വി ആർ വെരി എക്സൈറ്റഡ് അല്ലേ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ, നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്തത്, ഫുൾ ഡേ നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോകണം. ഞങ്ങൾ ബിരിയാണി കഴിച്ചാൽ അതവൾ പറഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ റിസോർട്ട് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയുണ്ടോ ശനി റിസോർട്ടൊക്കെ? സൂപ്പർ. പ്ലാനായി ചെയ്തു. നമുക്കിനി കുറേ റീൽസ് അതൊക്കെ എടുക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് റീൽസൊക്കെ എടുക്കാൻ പ്ലാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവം പൂളിൽ ഇറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻസ്. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അപ്പോൾ നമ്മൾ പൂളിലിറങ്ങി കുറേ നേരം പൂളിൽ കിടന്നു. അത് കഴിഞ്ഞ് പൂളിലിറങ്ങുമ്പോൾ വിശപ്പ് കൂടുമെന്ന് പറയുന്നത് വളരെയധികം സത്യമാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് വന്നു, ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി കുറച്ചധികം ഓർഡർ ചെയ്തെന്ന് തോന്നുന്നു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ യെസ്, അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണാം. സോ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത പനീർ, പാസ്ത, ചിക്കൻ കറി, സൂപ്പ്, ചിക്കൻ 65. യെസ്, അപ്പം ഇനി കഴിച്ചിട്ട് ഇപ്പോൾ ദേ വെറുതെ റിസോർട്ടുണ്ട് അവിടെ. അയ്യോ, നമ്മളൊന്നും കാണാൻ പറ്റില്ലേ. ആ സൈഡിലോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. ഇല്ല, അങ്ങോട്ട് പോ. ആ താഴോട്ട്. ആ ഇങ്ങോട്ട് നമ്മൾ പോയില്ലല്ലേ. നമ്മൾ പോയി വന്നിറങ്ങിയില്ലേ. ആ അങ്ങോട്ട് വല്ല അത്ര ഇല്ല, അറിയില്ല. ഇവിടെ ലൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാ, വെറുതെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പബ്ലിക് പൂളുണ്ട്. അപ്പം അതിൻ്റെ ഇവിടെ വെറുതെ ചുമ്മാ ഇരിക്കാനായിട്ട് വന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്ന്, കുറേ നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറേ നേരം കത്തി അടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.